പിന്നെ കൃഷ്ണകുമാർ പറയുന്ന കാര്യം എന്താ? പോലീസ് ആദ്യം പറഞ്ഞു കോടതി കുറ്റമുക്തം. മീഡിയ ചോദിച്ചു എങ്ങനെയാണ് പിന്നെ കോടതി കുറ്റമുക്തമാക്കുന്നതെന്ന് മീഡിയ ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ല പോലീസാണ് അന്വേഷിച്ച് ഒഴിവാക്കിയെന്ന് പറഞ്ഞു. എന്നാൽ കൃഷ്ണകുമാർ ഇത്ര വിശുദ്ധനാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ രാജ്യത്തിൻ്റെ കൃഷ്ണകുമാറിൻ്റെ പാർട്ടി ഭരിക്കുന്ന ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇതേ വിഷയത്തിൽ കൃഷ്ണകുമാറിനെതിരെ അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് പാലക്കാട് SP-ക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണം പാലക്കാട് SP ഓഫീസിൽ നടന്നു വരികയാണ്. അത് കൃഷ്ണകുമാർ അറിയാത്തതാണോ അല്ലയോ എന്നെനിക്കറിയില്ല. അത് മറച്ചു വെച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അതിൻ്റെ 22 ഏപ്രിൽ 2025 പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് ഡയറക്ടർ പാർത്ഥിവൻ അയച്ചിട്ടുള്ള അക്നോളജ്മെൻറ്റ്, അതിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം. ഇത് മാത്രമല്ല, കൃഷ്ണകുമാറിൻ്റെ മറ്റ് ആക്ടിവിറ്റീസ് സംബന്ധിച്ച അന്വേഷണവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു അന്വേഷണവും തൻ്റെ പേരിലില്ല, താൻ പരിശുദ്ധനാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. ഒരു ഇരയ്ക്ക്, ഒരു അതിജീവിതയ്ക്ക് അവർക്ക് നിയമപരമായിട്ടും അതല്ലാതെയും പോരാടാൻ ശേഷി വരുന്നൊരു കാലഘട്ടത്തിൽ അവർ ഒരു പോരാട്ടത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ പിന്തുണയ്ക്കേണ്ട കടമയാണ് കേരളത്തിലെ പൊതുസമൂഹത്തിനുള്ളത്. ഇവിടെ ഈ പറയുന്ന ഇപ്പോൾ പറയുന്നത് കോൺഗ്രസിൻ്റെ ഗൂഢാലോചനയാണ്, സന്ദീപിൻ്റെ ഗൂഢാലോചനയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ വിഷയങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഏപ്രിൽ മാസത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുള്ളത്. ഏപ്രിൽ മാസത്തിൽ ഉത്തരവിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ച് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു പരിശ്രമമാണ് കൃഷ്ണകുമാർ നടത്തിയത്. കൃഷ്ണകുമാറിൻ്റെ ഒരു വാദവും നിലനിൽക്കുന്നതല്ല. ഒന്ന്. രണ്ട്, BJP നിൽക്കുന്ന കാലത്ത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കാം. ഈ കേസുമായി ബന്ധപ്പെട്ട് കുട്ടി രാജീവ് ചന്ദ്രശേഖറിന് കൊടുത്തു എന്ന് പറയപ്പെടുന്ന പരാതിയിൽ പറയുന്നത് പോലെ RSSന്റെ എളമക്കരയിലെ പ്രാന്ത കാര്യാലയത്തിൽ പോയി RSSന്റെ ഏറ്റവും തലമുതിർന്ന നേതാവായിട്ടുള്ള ഗോപാലൻകുട്ടി മാസ്റ്ററെ കണ്ട് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. തൻ്റെ ജീവിതാനുഭവം, താൻ നേരിട്ടിട്ടുള്ള ദുരനുഭവങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ വേണ്ടത് ചെയ്യാം എന്ന് ആശ്വസിപ്പിച്ചാണ് അദ്ദേഹം വിട്ടത്, ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ. അതുമാത്രമല്ല, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഞാൻ അവരെ ബഹുമാനിക്കുന്നു, അവർ കേരളത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി പോരാടുന്ന ഒരു നേതാവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശോഭ ചേച്ചി ഈ കുട്ടിയുമായി സംസാരിച്ചിട്ടുണ്ട്. ശോഭ ചേച്ചിക്ക് ഇതിന്റെ സത്യം മുഴുവനും അറിയാം. MT രമേശിന്റെ എറണാകുളത്ത് അദ്ദേഹം താമസിച്ചിരുന്ന വീട്ടിൽ പോയി ഈ കുട്ടി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. മുട്ടാവുന്ന മുഴുവൻ വാതിലുകളിലും ഈ കുട്ടി പോയി പരാതി പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ മാനം രക്ഷിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടനാ സ്നേഹമുള്ളത് ഉണ്ട്. ആ കുട്ടി പലപ്പോഴും അതിൽ നിന്ന് വിട്ടുനിന്നുണ്ട്, ഇവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി. അത് മാത്രമല്ല, ഈ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ഈ കുട്ടിക്കും അമ്മയ്ക്കും നേരെ നല്ല ആക്രമണം നടന്ന് ഈ കുട്ടിക്ക് ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ് തീരെ വയ്യാതിരുന്ന കുട്ടിയുടെ ചികിത്സയ്ക്ക് സഹായം കൊടുത്ത വ്യക്തിയുടെ പേര് ഇന്നത്തെ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി എന്നാണ്. ശ്രീ സുരേഷ് ഗോപിയും ശ്രീമതി ശോഭാ സുരേന്ദ്രനും ഗോപാലൻകുട്ടി മാസ്റ്ററും ഒക്കെ ഇത് നിഷേധിക്കട്ടെ. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അവർക്കിത് നിഷേധിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല.